الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. ലില്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്കുണ്ട്, അൽ ഹുസ്ന, ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായതുണ്ട്, വസിയാദ, കൂടുതലുമുണ്ട്, വലാ യർഹഖു, മൂടുകയില്ല, പൊതിയുകയില്ല, അല്ലെങ്കിൽ പുരളുകയില്ല, വുജൂഹഹും, അവരുടെ മുഖങ്ങളിൽ, ഖത്തറുൻ, കരി അല്ലെങ്കിൽ കറുപ്പ്, വലാ ദില്ലത്തുൻ, നിന്യതയും. ഉലൈക, അവർ, അസ്ഹാബുൽ ജന്ന, സ്വർഗക്കാരത്രേ, ഹും, അവർ, ഫീഹ, അവിടെ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ നിത്യവാസികളാകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകണം. ലില്ലദീന അഹ്സനു, ഒന്നുകൂടെ അർത്ഥം പറയാം. ലില്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്കുണ്ട്. ലി, അല്ലദീന എന്ന ഒരു വിഭാഗം, ലില്ലദീന എന്ന ആ ഒരു വിഭാഗത്തിനുണ്ട്. അഹ്സനു, അവർ നന്മ ചെയ്തിരിക്കുന്നു. അൽ ഹുസ്ന, അവർക്ക് ഏറ്റവും നല്ലതുണ്ട്. അഹ്സനു എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഹുസ്ന. വസിയാദ, കൂടുതലുമുണ്ട്. വലാ യുർഹഖു വുജൂഹഹും, അവരുടെ മുഖത്തെ ബാധിക്കുകയില്ല, മുഖത്ത് പുരളുകയില്ല. ഖത്തറുൻ, കരി അല്ലെങ്കിൽ പുക. വലാ ദില്ലത്തുൻ, കറുപ്പ് എന്ന് അർത്ഥം പറയാം. വലാ ദില്ലത്തുൻ, നിന്യതയും ബാധിക്കുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിൻ്റെ ആളുകളത്രേ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. ആശയം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു ദാറുസ്സലാമിലേക്കാണ് വിളിക്കുന്നത്. ആ ദാറുസ്സലാമിലേക്കുള്ള വഴിയിൽ സിറാത്ത് മുസ്തഖീമിലേക്ക് അവൻ ഇച്ഛിക്കുന്നവരെ, ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തും എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അവൻ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള അർഹത തെളിയിക്കുന്നവരെ അവൻ ദാറുസ്സലാമിലേക്കുള്ള വഴിയിലൂടെ നടത്തും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ദാറുസ്സലാമിൽ ചെന്നു ചേർന്നാൽ, ദാറുസ്സലാമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കെന്ത്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഓടുമ്പോണ്ടല്ലോ, ഇതൊക്കെ ഓടുമ്പോൾ ഒരു വിചാരം ഇല്ലാതെ അങ്ങനെ പോകരുതേ കൂട്ടുകാരെ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാൻ, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ. ഇതൊരു പരീക്ഷണമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹിൻ്റെ പൊരുത്തവും തൃപ്തിയും കിട്ടാനാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്തിനാ? അത് നരകത്തുനിന്ന് രക്ഷപ്പെടാനാണ്. നരകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് എന്നിട്ട് സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് എനിക്കറിയില്ല. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുള്ള ആ സംഭാഷണം. അതേമാതിരി ഞാൻ പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ആലി ഇമ്രാനിലെ 133-ാമത്തെ സൂക്തം, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന സൂക്തം ഓതിയിട്ട് കരഞ്ഞ ഒരു മഹാൻ. കരയാണ് അദ്ദേഹം. എന്തിനാ കരയുന്നത്? സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അവിടെ എനിക്കൊരു സ്ഥലം കിട്ടണ്ട, എനിക്കൊരു കാല് വെക്കാനുള്ള സ്ഥലം, ഒരടി
ഈ സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വികാരവും ഇല്ലാതെ, ഇനി ഞാൻ വെറുതെ പറയല്ല, അമാനി മൗലവിൻ്റെ സൂറത്ത് അൽ-ബഖറയിലെ 121 ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം കൊടുത്തു എന്ന് വായിച്ചു നോക്കേണ്ടി. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുമിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അവിടെ പറഞ്ഞിട്ടുണ്ടത് അദ്ദേഹം. എല്ലാ പരിഭാഷകളിലും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ. പക്ഷേ നമ്മൾ അത് വായിക്കുമ്പോഴും അശ്രദ്ധയിലാണ് വായിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള ആയത്തൊക്കെ ഓതുമ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് അല്ലാഹ് ഈ പറഞ്ഞത് എനിക്ക് കൂടി ബാധകമാണല്ലോ. നമുക്ക് എന്താണ് അതിൽ കിട്ടാനുള്ളത്? ലില്ലദീന അഹ്സനു ഇഹ്സാൻ ചെയ്യുക. എന്താണ് ഈ ഇഹ്സാൻ ചെയ്യുക? യമൽ ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട്. മൽ ഈമാൻ വമൽ ഇസ്ലാം വമൽ ഈമാൻ വമൽ ഇസ്ലാം വമൽ ഇഹ്സാൻ മത സാഅ. 4 ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. റസൂലിന് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അദ്ദേഹം, ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത് ചോദിച്ചു അമൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സംക്ഷിപ്തം, അതിൻ്റെ ആകത്തുക, അതിൻ്റെ സത്ത പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യം നമ്മൾ എണ്ണി പഠിക്കണം. മൂന്നാമത്തെ ചോദ്യം അമൽ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടെന്ന മട്ടിൽ അമല് ചെയ്യാം. അതാണ് ഇഹ്സാൻ. പിന്നെ മത്തസാ അന്ത്യനാളെ എപ്പോൾ, അത് എനിക്കും അറിയില്ല. ഇതാണ് ഇഹ്സാൻ. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പള്ളിയിലും വീട്ടിലും നാട്ടിലും റോട്ടിലും ഇടപഴകലുകളിലും സമൂഹത്തിലും ഒക്കെ ഇഹ്സാൻ. ഇപ്പോൾ പ്രിയമുള്ളവരെ, വിശ്വാസികൾ പ്രാഥമികമായി ഏറ്റവും മര്യാദയുള്ളവരും അദബുള്ളവരുമായിരിക്കണം. മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക, മര്യാദക്ക് വേഷം ധരിക്കാൻ പഠിക്കുക, വൃത്തിയുള്ള ഭംഗിയുള്ള വേഷം ധരിക്കുക, മാന്യമായി സംസാരിക്കുക, ആൾക്കാരോട് ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയാം. വെറുപ്പും വിദ്വേഷവും ഭാഗ്യമൊന്നും അല്ല മുഅ്മിനിൻ്റെ ലക്ഷണം. അപ്പോൾ ഇതൊക്കെ ഇഹ്സാനിൻ്റെ ഭാഗങ്ങളാണ്. വീട്ടിൽ വരുന്നവരോട് മര്യാദക്ക് പെരുമാറുക. അപ്പോൾ ഇഹ്സാൻ ചെയ്യുന്നവർക്ക് എല്ലായിടത്തും ഉണ്ട്. ഇഹ്സാൻ എല്ലായിടത്തും ഉണ്ട്. ജീവികളെ കോഴിനെ അറുക്കുന്നിടത്ത് വരെ ഇഹ്സാൻ ഉണ്ട് എന്നാണ്. അതിനധികം വേദനിപ്പിക്കാതെ, അധികം പീഡിപ്പിക്കാതെ. അപ്പോൾ ഇഹ്സാൻ ചെയ്യുന്നവർക്ക്, അതുപോലെ ആരാധനാകർമ്മങ്ങൾ, നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നമസ്കരിക്കുമ്പോൾ, ആ ഒരു ബോധം ചിലപ്പോഴൊക്കെ നമുക്ക് ആ ബോധം മാഞ്ഞു പോകും. എന്നാലും പരമാവധി അള്ളാഹുവിനെ ഓർത്ത് വിഷാദിൽ നിന്ന് മുക്തി ചോദിച്ച് ഇബാദത്തിൽ മുഴുകുക. അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാ കാര്യത്തിലും കേട്ടോ, ഒരു ഇതിൽ മാത്രമല്ല നമ്മളുടെ ഇടപാടിലൊക്കെ ഇതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. വാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അബദ്ധം പറ്റുകയാണ്. അങ്ങനെ പറ്റിപ്പോയാലോ ഉടനെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ലില്ലദീന അഹ്സനു, മുഹ്സിനുകൾക്ക്, ഇങ്ങനെ സുഹൃതികൾക്ക്, നന്മ ചെയ്യുന്നവർക്ക്, അൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ. അഹ്സൻ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലുത് എന്നാ. അഹ്സൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ലത് എന്നാ. അതിനെ സ്ത്രീലിംഗാക്കുമ്പോൾ അൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായത് അവർക്ക് കൊടുക്കും. ഏറ്റവും ഉത്തമമായ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു അവർക്ക് കൊടുക്കും. അല്ലേ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ എന്നാണ് സൂറത്ത് അൻആമിൽ നമ്മൾ പഠിച്ചത്. നന്മ ചെയ്താൽ 10 ഇരട്ടി. ഹദീസിൽ വന്നിരിക്കുന്നത് എത്ര ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ഇബ്നി ആദമ യുളാഅഫ്, ഇരട്ടിയാണ്. പിന്നെ അൽ ഹസനത്തു അശ്റു അംസാലിഹ, നന്മക്ക് 10 ഇരട്ടി. ഇലാ 700 ളിഅഫിൻ, 700 ഇരട്ടി വരെ, 700 ഇരട്ടി വരെ, ചിലപ്പോൾ അതിലും കൂടുതൽ. 700, 70, 700 എന്നൊക്കെ എണ്ണം കണക്കാക്കിയതല്ല, കൂടുതൽ എന്നുള്ളതിന് പ്രയോഗിക്കുന്ന അറബിയാളൊരു പ്രയോഗമാണത്. ചിലപ്പോൾ 7 എന്ന് പറയും, ചിലപ്പോൾ 70 പറയും, ചിലപ്പോൾ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നേടുക. 70 ആകുമ്പോൾ നിർത്തുക എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം, കൂടുതലാണ് 700. പിന്നെ പറഞ്ഞു ഇല്ല നോമ്പൊഴിച്ച്, നോമ്പിന് അതുമല്ല നിൽക്കൂല. അസ്സൗഫൈനഹു ലി, അത് എനിക്കുള്ളതാണ്. വ അന അജ്സീലഹു, അതിന് ഞാൻ കൂലി കൊടുക്കും. കണ്ടോ, സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയില്ല ഓ എൻ്റെ കുട്ടിയ, ഓന് സമ്മാനം ഞാൻ കൊടുക്കും എന്ന് പറയുന്ന മാതിരിയാണത്. നോമ്പ് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള ഇബാദത്താണ്. അപ്പോൾ ഇരട്ടി, അതാണ് അൽ ഹുസ്ന. എന്നിട്ടോ വസിയാദ,
അതിലും കൂടുതൽ കൊടുക്കും. എന്താണ് ഈ സിയാദ എന്ന് പറഞ്ഞാൽ? സിയാദ എന്ന് പറഞ്ഞാൽ, ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ്. പിന്നെ സിയാദ എന്ന് പറഞ്ഞാൽ എന്താ? അന്നളുറു ഇലാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ തിരുമുഖം കാണാനുള്ള ഭാഗ്യം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്കും നൽകുമാറാവും. ഓതുമ്പോൾ ഒരു വികാരമില്ലാതെ അങ്ങനെ പോകരുത്. അതിനാണിത് പഠിക്കണം എന്ന് പറയുന്നത്. പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തല്ലാതെ അത് അയാളെ ക്ലാസ്സാണ്, അത് ഇവൻ പറയുന്നതാണ്, അതിപ്പോൾ എന്താ നമുക്കറിയില്ല, ഇപ്പോൾ എന്താ ഇപ്പോൾ പറയാം, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പഠിക്കുന്നിടത്ത് നമ്മൾ സംഘടനാപരമായിട്ടുള്ള സങ്കുചിത്വമോ പക്ഷപാതിത്വമോ ഒക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹിൻ്റെ കലാമ് പഠിക്കാൻ കിട്ടിയ ഒരവസരം അത് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് എന്ന് നമ്മൾ തന്നെ ഉൾക്കൊള്ളണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണ്. വസിയാദ, വർദ്ധനവുമുണ്ട്. വലാ യർഹഖു വുജൂഹഹും, അവരെ മുഖത്തെ മൂടുകയില്ല അല്ലെങ്കിൽ പുരളുകയില്ല. ഖതറുൻ, ഖതർ നമ്മുടെ സൂറത്ത് അബസയിൽ ഓതലില്ല, തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. മുഖം ഇരുളുക, മുഖത്ത് കരി പുരളുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സന്തോഷമില്ലായ്മക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. അവൻ്റെ മുഖം ഇരുണ്ടും അത് കേട്ടപ്പോൾ ആകപ്പാട് ഒരു കരുവാളിച്ച് പോയിരിക്കുക. ഇതാണ് ഖത്തർ പറഞ്ഞത്. കരിമ്പുകക്കൊക്കെ ഖത്തർ എന്നാ പറയുക. എണ്ണി ഓയിലൊക്കെ കത്തിണ്ടാണ് പുകക്ക്. അത് ബാധിക്കൂല എന്ന് വെച്ചാൽ അവൻ്റെ മുഖം ഇരുടൂല, അഥവാ അവൻ സങ്കടപ്പെടേണ്ടി വരൂല. അതാണ്. വല ദില്ലത്തുൻ, പിന്നെ നിന്നതയും മാനക്കെടും. അതിൻ്റെ പറയണ്ടല്ലോ, മാനം കെട് പറഞ്ഞാൽ. മാനം കേട് പറഞ്ഞാൽ മനുഷ്യ ഇതിലേറെ ഒരു വഷളത്തരം വല്ലതുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിമാനമല്ലേ, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു അഭിമാനമല്ലേ. അതിനൊരാൾ ക്ഷതം വരുത്തിയാലോ, അതിനൊരാൾ നമ്മളെ മാനം കെടുത്തിയാലോ ആരും പൊറുക്കാത്ത, ആരും സഹിക്കാത്ത. പണം എത്ര നഷ്ടപ്പെട്ടാൽ പോലും അഭിമാനമാണ് വലുത് നമ്മൾ പറയലുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാരൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഓൽക്കൊന്നും അഭിമാനമില്ല എന്ന്, കുട്ടികൾക്ക് അഭിമാനമില്ല എന്ന്, പണമില്ലാത്തവർക്ക് അഭിമാനമില്ല എന്ന്, ചൊറുക്കില്ലാത്തവർക്ക് അഭിമാനമില്ല എന്ന്. ഇതൊന്നും നമ്മൾ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെല്ലാവർക്കും അഭിമാനമുണ്ട്. ആ അഭിമാനം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഓരോരുത്തരോടും നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. കുട്ടികളോടും മുതിർന്നവരോടും പണമുള്ളവരോടും ചൊറുക്കുള്ളവനോടും ചൊറുക്കില്ലാത്തവനോടും ഒക്കെ അഭിമാനത്തിന് ക്ഷതം വരുന്ന വിധത്തിൽ. ഇപ്പം ഇവിടെ എന്താണ്? അഭിമാന ക്ഷതം ഉണ്ടാവുകയില്ല, മാനം കെടൂല എന്നർത്ഥം. ദില്ല പറഞ്ഞാൽ മാനക്കേട് അല്ലെങ്കിൽ വഷളത്തരം എന്നൊക്കെയാണ്. അതും ഉണ്ടാവില്ല. അതൊക്കെ കണ്ട് ഓതുമ്പോൾ പഠിച്ചവനെ, ദുന്യാവിൽ എത്രയാണ് ഞാൻ മാനം കെട്ടിക്കുന്നത്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാനം കെട്ടിയിരിക്കുന്നത്, ചൊറുക്കില്ലാത്തതിൻ്റെ പേരിൽ മാനം കെട്ടിക്കുന്നത്, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ മാനം കെട്ടിക്കുന്നത്, പെണ്ണുങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ വഷളയിക്കുന്നു, പെണ്ണുങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ടിയിരിക്കുന്നു, കൂട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാനക്കേടിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഓരോരുത്തരും അകപ്പെടുക. അപ്പോൾ അതിൻ്റെ ഒരു വേദന അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ അള്ളാഹ് പറയുന്നത് അങ്ങനെയുള്ള നിങ്ങൾ ഈ ഹുസ്ന കിട്ടിയവർക്ക് മാനക്കേട് ഉണ്ടാവില്ല എന്ന് അഭിമാനത്തോടു കൂടി. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരത്രേ സ്വർഗക്കാർ. പിന്നെയും പറയണം നമ്മൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗക്കാരാണ്. ആവർത്തിക്കണം ഖുർആൻ ഓതുമ്പോൾ, എന്നാലും മനസ്സിൽ ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതുമില്ല, അതിൻ്റെ അപ്പുറത്ത് പറയണതുമില്ല, നമുക്കൊരു ബാധകമല്ല. സ്വർഗം പറഞ്ഞാലും നരകം പറഞ്ഞാലും ഒക്കെ ഒരേ മാതിരി. അങ്ങനെ അല്ല ഖുർആൻ ഓതൽ, അങ്ങനെ അല്ല ഓതേണ്ടത്. അപ്പം അതൊക്കെ ഉണ്ട് ഓതുമ്പോൾ. അസ്ഹാബുൽ ജന്ന, പടച്ചോനെ അസ്ഹാബുൽ ജന്ന എന്ന് ഇവിടെ വർണ്ണിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടാകണമല്ലോ അല്ലേ. എൻ്റെ സഹപ്രവർത്തകരുണ്ടാവണ്ടേ, എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവണ്ടേ, എൻ്റെ കൂടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ടാവണ്ടേ, എൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബങ്ങൾ. അതുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കണ്ട്. ഇതാണ് ഈ ഖുർആൻ ഓതിയ ഈമാൻ വർദ്ധിക്കണം എന്ന് പറയുന്നത്. എങ്ങനെ ഈമാൻ വർദ്ധിക്കാന്ന്? ഈമാൻ അളന്നു വെക്കാളൊരു യന്ത്രമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഖുർആൻ ഓതിയാൽ നമുക്ക് തന്നെ തോന്നും, മനസ്സിക്കൊരു സമാധാനം, ഇത് എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഖുർആൻ ഓതണം. അതാണ് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ഖാലിദീങ്ങളായിരിക്കും. ഖാലിദ് എന്നാൽ നിത്യവാസികൾ, മരണമില്ലാത്തവർ, നിത്യവാസം. അത് ഒരു വെറും ഭർത്താനല്ലത്. ഈ നിത്യവാസം എന്ന് പറഞ്ഞ് ദുനിയാവിൽ ഇങ്ങനെയൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് നമുക്ക് ഈ ദുനിയാവ് വിട്ടുപോകാൻ പൂതിയൊന്നുമില്ലല്ലോ. നമുക്ക് ആർക്കെങ്കിലും ഇവിടെ വിട്ടുപോകാൻ പൂതിയില്ല. എങ്ങനെയൊക്കെ ജീവിച്ചാലും അല്ലേ.
ഇത്രയൊക്കെ വയസ്സായി, ഇത്രയൊക്കെ പ്രായമായി, എന്നാലും ഇനിയും ഇങ്ങനെ കാലാകാലം കഴിഞ്ഞാൽ മതി തന്നെ. വലിയ ഇതിലേറെ സൗകര്യമൊന്നും വേണമെന്നൊന്നുമില്ല അല്ലേ? ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം? ഇത്രയും നിസ്സാരമാണ് ദുന്യാവെന്ന് പറയുന്ന ഇവിടെ തന്നെ നമുക്ക് ബോധി കഴിഞ്ഞിട്ടില്ല. നിത്യവാസം ആഗ്രഹിക്കുക, മരിക്കേണ്ടതില്ല എന്ന്, മരിക്കാതെ ഇരുന്നെങ്കിൽ എന്ന്. അപ്പോൾ സ്വർഗത്തിൽ എല്ലാവിധ സുഖാഡംബരങ്ങളോടും അനുഭൂതികളോടും മരണമില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത, നിയമങ്ങളില്ലാത്ത സ്വർഗം. നിയന്ത്രണങ്ങളില്ല, നിയമമില്ല. സുഖം, സന്തോഷം, ആഘോഷം, ആവേശം. സുബ്ഹാനല്ലാഹും ഫീഹാ ഖാലിദൂൻ. അവരവിടെ നിത്യമായി താമസിക്കും. എത്ര വട്ടം ചോദിക്കും നമ്മൾ അള്ളാഹിനോട്? ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ്, ആശയം അറിഞ്ഞ് ഓതിയാലല്ലേ ഇത് വരുള്ളൂ. ഞാൻ അടുത്ത ആയത്തിൽ നരകക്കാരെ സംബന്ധിച്ച് പറയണത്. അപ്പോഴും നമുക്ക് പേടി വേണം. ഇത് നമുക്ക് പ്രതീക്ഷ നൽകും. ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നിർത്താം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിയും. രണ്ട് കാര്യം. ഒന്ന്, ഖുർആൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം വേണം. ഖുർആൻ പഠിക്കണം, കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ ഖുർആൻ പഠിക്കും. മറ്റൊന്ന്, അള്ളാഹിനോട് ദുആ ചെയ്യാം. അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹ് എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള ബുദ്ധിയും ആ ബോധവും എന്നും നൽകണേ. ഇപ്പോൾ ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഞാനൊരു ഉംറയ്ക്ക് പോയപ്പോൾ എൻ്റെ ഒരു സഹോദരി പറഞ്ഞത്, എനിക്ക് ഖുർആൻ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യണം. വേറൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ സാധാരണ പറയാം കുട്ടികൾക്ക് രോഗമാണ്, കുട്ടിക്ക് കെട്ടിച്ചിട്ടില്ല, അങ്ങനെയുള്ള കുറേ ദുന്യവിയായ കാര്യങ്ങളല്ലേ. എന്നോടൊരു സഹോദരി ആവശ്യപ്പെട്ടത്, എനിക്ക് ഖുർആൻ പഠിച്ചാൽ പഠിയുന്ന, മനസ്സിലാകുന്ന ഒരു ബുദ്ധി തരാൻ ദുആ ചെയ്യണം. എന്നാലോചിച്ച് നോക്കിയാൽ മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നിർത്താം. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന, നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തമമായ നന്മയുണ്ട്, ഏറ്റവും നല്ല നന്മയുണ്ട്. വസിയാദ, കൂടുതലും ഉണ്ടാകും. അത് അള്ളാഹുവിലേക്കുള്ള റുഇയത്താണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വലാ യർഹഖു വുജൂഹഹും, അവരെ മുഖത്ത് പുരളുകയില്ല അല്ലെങ്കിൽ മൂടുകയില്ല. ഖത്തറുൻ, കരി അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ പുക. വലാ ദില്ലത്തുൻ, നിന്യതയും. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗക്കാരത്രേ. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളായിരിക്കും. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും ഈ സ്വർഗത്തിലെ നിത്യവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത് നരകത്തിലാണെങ്കിൽ അല്ലാഹ് അത് അവിടെ നിന്ന് മായ്ച്ചു തിരുത്തി ഞങ്ങളെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലേക്ക് ചേർക്കണേ രക്ഷിതാവേ. ഞങ്ങൾ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി